കെട്ടുകഥ കസേരകളി കഥകളി. നമസ്തേ. കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഡൽഹിയിലുള്ള പ്രത്യേക പ്രതിനിധി തോമസ് മാഷിനോട് സർക്കാരിന് പ്രത്യേക താല്പര്യമാണ്. ഒറ്റയടിക്ക് മാഷിൻ്റെ യാത്രാബദ്ധ 5 ലക്ഷത്തിൽ നിന്ന് 11.5 ലക്ഷമാക്കിയാണ് പിണറായി സർക്കാർ ഉയർത്തിയത്. PSC അംഗങ്ങളുടെ ശമ്പളം 3.25 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനും ആശാ വർക്കർമാരുടെ ഓണറേറിയം ഒന്നും കൊടുക്കാൻ കാശില്ലെങ്കിൽ എന്താ, കൊടുക്കേണ്ടവർക്ക് സർക്കാർ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. TP വധക്കേസ് പ്രതികൾക്കും പിശുക്കില്ലാതെ കിട്ടി ആവശ്യത്തിന് പരോൾ. നന്മയുള്ള ലോകമേ കൺ തുറന്നൊന്ന് കാണുക. സ്വാഗതം കഥകളിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്. കെട്ടുകഥ കസേരകളി കഥകളി. ശരിക്കും തരൂരാണോ ശശി അതോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണോ ശശി എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇത്തിരി പാടായിരിക്കും. ഒരൊറ്റ അടിക്കല്ലേ AICC നേതൃത്വത്തെ അടക്കം തരൂർ ശശിയാക്കി മാറ്റിയത്. മോദിയുടെ അമേരിക്കൻ സന്ദർശനം വൻ വിജയമാണെന്നും കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്നുമുള്ള പ്രസ്താവനകളുണ്ട്. ശശി അങ്ങനെ ശശിയല്ലാതായി. ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത ലേഖനത്തിൽ പരാമർശിച്ച പ്രത്യേകിച്ച് അതിൻ്റെ പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം അതിശയോക്തി നിറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് 16 വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം. നമ്മുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനം വേറെ രാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ മാറ്റാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. ബൈ OP വളശ PO. തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ വളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്താ ഇതിന്റെ കഥ? കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച് ശ്രീ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ എല്ലാവരും ഇന്നിപ്പോൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് നീതി ആയോഗിൻ്റെ കണക്കുകളിലാണ് കേരളത്തിൻ്റെ നേട്ടങ്ങളിൽ ഏറെ പോയിന്റ് ഉള്ളത്. ഒരമ്മ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്. ഇനി കേരളം എങ്ങനെ ഇത്ര നിക്ഷേപ സൗഹൃദമായി എന്ന് നോക്കാം, അല്ലെങ്കിൽ ആരെ അങ്ങനെ ആക്കി തീർത്തു എന്ന് നോക്കാം. ഞാൻ വ്യവസായ മന്ത്രിയായിരുന്നു കേരളത്തിൽ. ഞാൻ വ്യവസായ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെ വളരെ പുറകിലായിരുന്നു. 15ാം സ്ഥാനത്തേക്ക് പിന്നീടെത്തി. അതിനുശേഷം 1ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതും ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതും രേഖകളിൽ വന്നതും ബിസിനസ് കമ്മ്യൂണിറ്റിയോടൊക്കെ അംഗീകരിക്കുന്നതാണ്. ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന. 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി. ലോകം അംഗീകരിച്ച ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് അതിവേഗത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ, നിക്ഷേപകർക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തി സംരംഭകർക്ക്, നിക്ഷേപകർക്ക് വളരെ വേഗത്തിൽ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു നിയമനിർമ്മാണത്തിന് രൂപം കൊടുത്തു. വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ടു വേണം. അതുവരെ ദാ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. ഈ ശശി തരൂർ വെറുതെ അങ്ങ് കയറി തള്ളിയതാണെന്ന് ആരും കരുതരുത്. അന്താരാഷ്ട്ര തലത്തിലുള്ള റിപ്പോർട്ടുകൾ വായിച്ച് പഠിച്ചിട്ടാണ് തരൂർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തിന് കേരളത്തിലെ CPM നേതാക്കളൊക്കെ ഇത് അറിയുന്നത് തരൂർ പറഞ്ഞപ്പോഴാണ്. അപ്പം ഞാനൊരു അന്താരാഷ്ട്രീയ മേഖലയിൽ റിപ്പോർട്ട് കാണുന്നു, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട്. അപ്പോൾ അതിൽ പറയുന്നത് അതിശയപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത്. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട. സംഭവം കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ശശി തരൂർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാദകം. അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് അതിന്
മറുപടി പറയുന്നത്. കാരണം ഞങ്ങളൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകരാണ്. അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്, വിശ്വപൗരനുമാണ്. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെ കുറിച്ച് മൊത്തം എഴുതിയതല്ല. ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു വലിയ നുണക്കോട്ട തകർന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷം വന്നാൽ വളർച്ച മുരടിക്കും, വികസനം തകരും എന്നെല്ലാം പറഞ്ഞ വാദങ്ങളെ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ നേതാവ്, അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം തള്ളി പറഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എന്റെ വിശ്വാസമാണ്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയെല്ലാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ്. 2 മിനിറ്റ് കൊണ്ടൊരു വ്യവസായം തുടങ്ങാം എന്നാണ് അദ്ദേഹം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പുരോഗതിക്ക് വലിയ നേട്ടമാണ്. ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആ വസ്തുതയെ മറച്ചുവെക്കാൻ അവർക്കാവുന്നില്ല. അപ്പോൾ ലേഖനത്തിലെ ഉള്ളടക്കത്തെയല്ല, അത് എഴുതിയ ആൾക്കെതിരായിട്ടുള്ള കടന്നാക്രമമാണ്. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം. എന്നിട്ട് അവസരം വരുമ്പോൾ വെട്ടിലാക്കണം. ഇവിടെ അപേക്ഷ കൊടുത്ത് കാത്തിരുന്ന് മനം മടുത്തുകൊണ്ടിരുന്ന പലരും ഉണ്ടായിരുന്നു. അത്തരം ആളുകൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി സംരംഭകൻ, നിക്ഷേപകൻ വന്ന് ഒരു പ്രോജക്റ്റ് കൊടുത്ത് അനുവാദത്തിന് ചോദിച്ചാൽ 15 ദിവസത്തിനകം അതിന് അനുവാദം കൊടുത്തിരിക്കണം. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അല്ല, എല്ലാത്തിനും. ഞാൻ ഈ കാര്യമല്ല പറഞ്ഞത്. 2 കൊല്ലം ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷുടെ ഭാര്യ ചെയർപേഴ്സണായിട്ടുള്ള ആന്തൂർ നഗരസഭയിൽ ഒരു പ്രവാസി മലയാളി നടന്നയാളെ അവസാനം ആത്മഹത്യ ചെയ്ത കഥ ശശി തരൂരിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളവള ഓരോന്ന് വിളിച്ചു പോരുന്നു. ഈ കേരള നിക്ഷേപ സൗഹൃദമെന്ന് അനുഭവസ്ഥർ വസ്തുതകൾ നിരത്തി പറയുമ്പോൾ എന്തിനാണ് കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഈ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? ഈ 30,000 വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൽ വന്നു എന്ന് ബേക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി കണക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത കണക്കാണ് 30,000. അതെ, ഇതൊക്കെ ഒരു വരം പോലെ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഒരു 4-5 ചെറുപ്പക്കാർ ചേർന്നിട്ട് ഒരു തട്ടുകട ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്താ തെറ്റ്? അതൊരു സംരംഭത്തിന്റെ പട്ടികയിൽ പെടുത്തണ്ടേ? പ്രതിപക്ഷ നേതാവും UDF ഞങ്ങളത് ചലഞ്ച് ചെയ്തു. ഈ 30,000-ത്തെക്കുറിച്ച് ഒരു വെരിഫിക്കേഷൻ നടത്തി ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ? അദ്ദേഹം വാദപ്രതിവാദത്തിൽ നിൽക്കാതെ വീണ്ടും ആ അവകാശവാദം തന്നെ ആവർത്തിക്കുകയും ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതിൽ വ്യക്തിപരമായ താല്പര്യമുണ്ടാകാം. പലരും പല കുപ്പായവും തയ്പ്പിച്ച് നടക്കുന്നവരുണ്ടാകും. അവരെല്ലാം ജനങ്ങളിൽ ഒറ്റപ്പെടുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ അവരെയെല്ലാം ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് കേരളം വികസനോന്മുഖമായ കേരളത്തെ നിരാശപ്പെടുത്താൻ, കേരള ജനതയെ നിരാശപ്പെടുത്താൻ, നിക്ഷേപകരെ തിരിച്ചയക്കാൻ ഇടയാക്കത്തക്ക നിലയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചില നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? ഇതൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട സഹാക്കളോട് പറഞ്ഞാൽ വിശ്വസിക്കും. പക്ഷേ VD സതീഷിനോടൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി കണക്കുകൾ കൃത്യമായിരിക്കണം. പിന്നെ വ്യവസായ മന്ത്രി രാജീവും അത്ര മോശമൊന്നുമല്ല. ഇവരൊക്കെ എക്കണോമിക്സ് പഠിച്ചവരാണ്, എക്കണോമിക്സ് പഠിച്ചവർ. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞു. അതിലും ഫാക്ട്സും ഫിഗേഴ്സിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്ട്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഒരു തോക്കെടുത്ത് ഇറങ്ങിക്കോ, മനുഷ്യനെ കൊന്നു കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല, സംസാരിക്കില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ? പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. രാജ്യത്തെ GDP-യുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സംഭാവന 3.8%. 2022-ലും 2023-ലൊക്കെയാണ്. അതിപ്പോൾ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസ് ഇന്ത്യൻ സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ചങ്ക് പറിച്ച് കാണിച്ച അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമായത്.
ഈ കാലത്ത് നല്ലത് കാണാൻ ആളുകൾക്ക് കണ്ണില്ല. എനിക്ക് അതാ പേടി. ചിലപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നു പോകുന്നതായിരിക്കും. നിക്ഷേപം നേരെ GDP-യിലേക്ക് വരില്ല. വാട്ട് ഇസ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഒരു 10 കോടി നിക്ഷേപം വന്നാൽ നേരെ 10 കോടി GDP പ്രതിഫലിക്കും. അത് എവിടുത്തെ സാമ്പത്തിക ശാസ്ത്രം? അപ്പോൾ ഈ 3 ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു. മിനിമം 1 ലക്ഷം രൂപ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ GDP-യിലേക്കുള്ള രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചാണ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? അതിന്റെ പല ഘടകങ്ങളും വെച്ചിട്ട് ഒരു ഭാഗം GDP-യിലേക്ക് വരും. ചിലപ്പോൾ GDP-യിൽ അത് പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും. അതൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ അധിക്ഷേപിച്ച് പറയരുത്. ഇനി 3 ലക്ഷം സംരംഭങ്ങളിൽ ഒരു 50% ഈ GST രജിസ്ട്രേഷന്റെ പരിധിക്ക് താഴെയാണ് കൂട്ടും. എന്നാലും കേരളത്തിൽ ഒരു 1.5 ലക്ഷം പുതിയ GST രജിസ്ട്രേഷൻ വേണമല്ലോ. കേരളത്തിൽ കഴിഞ്ഞ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന GST രജിസ്ട്രേഷൻ എത്രയാണെന്നറിയാമോ? 30,000. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അദ്ദേഹം പറഞ്ഞത് പെട്ടിക്കടയാണ്. 2021 നിയമം ഭേദഗതി ചെയ്തു. അതിൽ ട്രേഡ് വന്നു. പഴയതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ്. ഞാൻ എന്തുമാത്രം എക്കണോമിക്സ് പഠിച്ചതാ. അതിൽ കുറച്ചെങ്കിലും ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കണ്ടേ? 40 ലക്ഷം എന്ന് പറയുന്ന GST രജിസ്ട്രേഷന് വേണ്ട അതിൻ്റെ അളവ് കവിഞ്ഞു വന്ന ബിസിനസ്സുകളുണ്ട്. അത് വന്ന ചിലപ്പോൾ ബിസിനസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ എടുക്കാതെ വെച്ച ആളുകളുണ്ടാവും. 50 ലക്ഷമായിട്ടും 60 ലക്ഷമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾ എടുക്കാൻ നിർബന്ധിതരായി കാണും. അപ്പോൾ ഒരു 15,000 പോലും പുതിയ സംരംഭങ്ങളുടെ GST രജിസ്ട്രേഷൻ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. വെറുതെ ശുദ്ധ അസംബന്ധവും കഥകളും കെട്ടുകഥകളും ഉണ്ടാക്കുക, വെറുതെ ഒന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടിയുള്ള പ്രചരണമാണ് അതൊക്കെ. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും CPM-നെയും അത് ചെയ്തിട്ടില്ല, ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാതെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല. ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതും ഇംഗ്ലീഷിലാണ് എഴുതിയത്. വായിച്ചു നോക്കിയാൽ അറിയാം. ഇപ്പം ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകുമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഇംഗ്ലീഷ് വായിച്ചെനിക്ക് അറിയാം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രത്യേകം ആളുകൾ പത്രസമ്മേളനം നടത്തി നമ്മുടെ നാട്ടിലേക്കുള്ള നിക്ഷേപത്തെ ആകർഷിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ പാടില്ല. അതാ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ എഴുതുന്ന ആൾക്കാർ വായിക്കണ്ടല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. അവരതനുസരിച്ച് നന്നായി അനുഭവിക്കുന്നവരാണ്. അവരാരെയും സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത്. അവരുടെ അനുഭവങ്ങളാണ് അവരെ പോളിംഗ് ബൂത്തിൽ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. കാര്യം പ്രതിപക്ഷ നേതാവൊക്കെ ആണെങ്കിലും VD സതീശനൊക്കെ ഇങ്ങനെ നശീകരണ സ്വഭാവം കാണിക്കുന്നതിലാണ് പിണറായി സഖാവിന് വിഷമം. പ്രതിപക്ഷ നേതാവ് എന്നാൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരിക്കണം, അല്ലാതെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാകരുത്. ഇപ്പോൾ പിണറായി സഖാവ് തന്നെ ചിലപ്പോൾ സഭയിൽ മാത്രം മുഖ്യമന്ത്രി ആവുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ. പക്ഷേ ആ സ്വാഭാവിക പ്രക്രിയ ഇവിടെ നടന്നു വരുന്ന നശീകരണ പ്രക്രിയയുടെ ഭാഗമല്ല. അതാണൊരു പ്രത്യേകത. ഇവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം മറച്ചുവെച്ച് വലിയ തോതിൽ നിഷേധ രൂപത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ വല്ലാത്ത താല്പര്യമാണ് ചിലർ കാണിക്കാറുള്ളത്. അപ്പോൾ അവർക്കെല്ലാം ഇത് വലിയ വിഷമമുണ്ടാക്കി. എന്നിട്ട് ആ വിഷമമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ നോക്കണം. കേരളം വ്യവസായ സൗഹൃദമല്ല, വ്യവസായ സൗഹൃദമായ സംസ്ഥാനമല്ല എന്ന് ഒരാൾ പരസ്യമായി പറയുകയാണ്. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രി പദവിയുള്ള ആളാണ്. അദ്ദേഹം അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷമല്ലാലോ. അസംബ്ലിയിൽ ഭരണപക്ഷം ഉള്ളത് കൊണ്ടാണല്ലോ പ്രതിപക്ഷം വരുന്നത്. അപ്പോൾ അത് ഭരണപക്ഷത്തിൻ്റെ മുന്നിലുള്ള പ്രതിപക്ഷം മാത്രമേ നാടിൻ്റെ പ്രതിപക്ഷമായി മാറാൻ പാടുള്ളൂ. വിജയേട്ടന്റെ ശുദ്ധ മനസ്സിന് ബിസിനസ് പറ്റൂല വിജയേട്ടാ. ആദ്യം ഞങ്ങളെ തിരുത്താൻ വരുന്നതിന് പകരം സ്വന്തം ചീഫ് സെക്രട്ടറിയോട് ആദ്യം മുഖ്യമന്ത്രി ചോദിക്കുക, ഈ രംഗത്ത് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ കൊട്ട കണക്കുകൾ ഉണ്ടാക്കി PR വർക്കിൻ്റെ ഭാഗമായി ഊതി വീർപ്പിച്ച കണക്കുകളാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോ ഞങ്ങളെ ഉപദേശിക്കാൻ വരേണ്ട കാര്യമില്ല. നിനക്ക് ഞാൻ 10 രൂപ തരും, ഒരു ചെറിയ പണി ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡി ആവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? ഷെടോ, സത്യവും മര്യാദയും കൊണ്ടുകിടന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ
എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. ഞാൻ പിൻവലിക്കാനൊന്നും പോകുന്നില്ല. വസ്തുതാപരമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. അതിനെ ഞാൻ അതേ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിച്ചു. പക്ഷേ ശശി തരൂർ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണിയുടെ ഒരു നയങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വൈകിയാണെങ്കിലും സത്യം ശശി തരൂരിനെ പോലുള്ള കോൺഗ്രസ്സുകാർക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. എങ്ങനെ മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേര മോഹിച്ച് നടക്കുന്നവരാണെന്നാണ് ജയരാജൻ ചിറ്റപ്പൻ പറയുന്നത്. ഈ കസേര മോഹിച്ച് നടക്കുന്നവരെയൊക്കെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ചിറ്റപ്പൻ. പലരും ആ കുപ്പായം തയ്പ്പിച്ച് നടക്കുകയാണ്. 1, 2, 3 ഒന്നുമല്ല. അത് തയ്പ്പിച്ച് നടക്കുന്നവർ തയ്പ്പിച്ച് നടന്നോട്ടെ, അതിലൊന്നും ഞങ്ങൾ തടസ്സമില്ല. അവർക്ക് എന്തും ആഗ്രഹിക്കാനും ചിന്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരൊക്കെ എതിർത്തത്? വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, MM ഹസൻ തുടങ്ങിയ എല്ലാ കേരളത്തിലെ കോൺഗ്രസ് പ്രമാണിമാരും ഒറ്റക്കെട്ടായി തള്ളി പറഞ്ഞ കാര്യം പറഞ്ഞതാണെന്നും അത് ശരിയാണെന്നും അദ്ദേഹം പറയുകയാണ്. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കൊട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. ഞാനൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടിയുടെ ഏത് അഭിപ്രായങ്ങളും ശിരസ വഹിക്കാനും പാർട്ടി പറയുന്ന സ്ഥലത്തൊക്കെ പോയി മത്സരിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ കഴിവ് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചൊന്നും പറയുന്നു. ഇനിയും കുറെ കല്ലും തൊഴിയും കൊള്ളാനുണ്ട്. ഇതെന്റെ ജാതകത്തിലുള്ളതാ. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് പോയാൽ കഴക്കൂട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രതീതിയല്ലേ. വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തരൂരിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളല്ലേ. അവരുടെ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാനും അവർ കഴിയുന്നില്ല. സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനമില്ല. അതെ, നിങ്ങൾ ഇന്നേ വരെ സത്യം പറയാത്തോണ്ടാ ആരും വിശ്വസിക്കാത്തത്. തരൂർ പറഞ്ഞതിനേക്കാൾ ഇത്തിരി കയറ്റിയടിച്ചു നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ. ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തെ പറ്റി ഇങ്ങനെ അഭിപ്രായമുണ്ടെന്നാണ് ബാലഗോപാലൻ മന്ത്രി പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഇങ്ങനെ എത്ര ലേഖനങ്ങൾ കണ്ടിരിക്കുന്നു നമ്മുടെ മന്ത്രി. പക്ഷേ പുള്ളി ഇതൊന്നും ആരോടും പറയാറില്ല എന്ന് മാത്രം, പറഞ്ഞു നടക്കാറില്ല എന്ന് മാത്രം. കേരളത്തിനകത്ത് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഈവൻ ഇൻ്റർനാഷണൽ സമ്മേളനങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ആണെന്നുള്ള അംഗീകാരം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ചൊരു ഫാക്റ്റ് കിടക്കുന്ന കാര്യങ്ങൾ ശ്രീ ശശി തരൂർ പറഞ്ഞു. ഇത് നന്നായിട്ട് കേരളത്തിന് കൂടുതൽ ഉപകാരപ്രദമായും കൂടുതൽ പ്രയോജനകരമായും നമുക്ക് ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വസ്തുതയാണ്, സത്യമാണ്. ഇന്നലെ വരെ പാലൂട്ടി കഴിക്കല്ലേ അവൻ തിരിഞ്ഞു കൊത്തിയത്, നാളെ അവൻ എന്നെ കൊത്താൻ മടിക്കില്ല. പക്ഷേ ഈ കേരളം പിന്നോട്ട് പോകാൻ പാടുണ്ടോ? കേരളം ദരിദ്രമാണ്, പട്ടിണിയാണ്, ഇവിടെ ഒന്നുമില്ല, ആരും ഇങ്ങോട്ട് കയറി പോരരുത്, എല്ലാവരും വന്ന വഴി തിരിച്ചു പോകണം എന്നുള്ള നിലയിൽ ഇത് തകർന്നു കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഭാവി എന്താകും? കേരളത്തിൻ്റെ ഏത് വികസനത്തിനെയും ഞങ്ങൾ എതിർക്കും. കേരളം നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ്. കേരളം നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നിലപാട്. കോൺഗ്രസിനകത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വ്യക്തമാക്കുന്നതാണല്ലോ ഇത്. ഈ കപ്പിത്താനും ഒക്കെ ദുർബലമായി തകർന്ന ഒരു കപ്പൽ പോലെയാണ് ഇന്ത്യയിലാകെ ഇന്ത്യ മുന്നണി. നിഷ്പക്ഷനായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ഇമേജ് ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷേ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് വേണം പറയേണ്ടത്. ഇത് അതിശയോക്തിപരമായിട്ടുള്ള കണക്കുകളുടെ പേരിൽ അതിനെ പിന്താങ്ങിയത് അങ്ങേയറ്റം. സത്യത്തിൽ ഞങ്ങൾക്ക് UDF പ്രവർത്തകർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതിന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം തള്ളിപ്പറയുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണുകടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലായി. ശശി തരൂർ ഒരുപാട് അനുഭവപാഠം ഉള്ള ആളാണല്ലോ. ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ അനുഭവപാഠം ഉണ്ടല്ലോ. രാഷ്ട്രീയ രംഗത്തേക്കാൾ കൂടുതൽ അനുഭവപാഠം ഉള്ളത് ഭരണരംഗത്താണ്. ലോകം കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. ലോകം കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്ന കാര്യം നമുക്ക് വിശ്വസിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും ശശി തരൂർ പറഞ്ഞല്ലോ, ഞാൻ സത്യം മനസ്സിലാക്കിയാൽ ഞാൻ അത് വിളിച്ചു പറയും, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പറയുകയാണല്ലോ. തീർച്ചയായിട്ടും ഇനിയും കോൺഗ്രസ് തന്നെ ഉള്ള നിരവധി ആൾക്കാർ ഇതേപോലെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി പറയുന്നത് എങ്ങനെയായാലും ആരായാലും അത് അംഗീകരിക്കുക. ആ അർത്ഥത്തിൽ ശശി തരൂർ പറഞ്ഞ ശരി ഞങ്ങൾ അംഗീകരിക്കും. ഇവനൊക്കെ എന്ന് മുതലാണ് മാഷായത്? ഏതോ ഒരു പാരലൽ കോളേജിൽ 2 or 3 ദിവസം പഠിപ്പിച്ചതിന് ഇവനും മാഷം.
കഥകളി. ഇന്ന് കേരളത്തിലെ കലാലയങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം SFIക്കാരെ കൊണ്ടുള്ള ശല്യമാണെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഭീകരവാദ പ്രസ്ഥാനങ്ങളെക്കാൾ വലിയ പ്രശ്നമാണ് SFIക്കാരെ കൊണ്ട് ഇന്ന് സംസ്ഥാനം നേരിടുന്നത്. SFI കോളേജുകളിൽ നടത്തുന്ന റാഗിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കൊണ്ട് പഠിക്കാൻ വരുന്ന മറ്റ് വിദ്യാർത്ഥികൾ പൊറുതിമുട്ടുകയാണ്. പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI തന്നെയാണ്. SFI ഏറ്റവും വലിയൊരു സാമൂഹ്യ വിരുദ്ധ സംഘടനയായി മാറിയിരിക്കുക. ഭീകരവാദ സംഘടനകളെക്കാൾ വലിയ ക്രൂരതയാണ് SFI കലാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പോക്കിരി പിള്ളേരെ പഠിക്കാനല്ല ഒറ്റയാളൊന്നും വരുന്നത്. മനുഷ്യാവകാശ ലംഘനമാണ് SFI നേതാക്കന്മാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോയി കയ്യിലിരിപ്പോണ്ട. സർക്കാർ സഹായിക്കുന്നത് കൊണ്ടാണ്, പോലീസ് സഹായിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള റാഗിങ്ങൾ സംസ്ഥാനത്ത് തുടരുന്നത്. റാഗിംഗ് കേസുകളിലെ പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, കേസുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. SFI എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധ സംഘടനയെ ഒറ്റപ്പെടുത്താൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. മാനം മര്യാദയ്ക്ക് 4 ലക്ഷം പഠിച്ച് രക്ഷപ്പെടേണ്ട പിള്ളേരെ നശിപ്പിക്കാനായിട്ട് എല്ലാ നാട്ടിലുണ്ടാവും കുറെ വേലയും കൂലില്ല തലവലാദികൾ. തന്നെയോട്ട് രക്ഷപ്പെടില്ല, മറ്റുള്ളവരെയൊക്കെ കുത്തുവാലടിപ്പിക്കുകയും ചെയ്യും. കഥകളി.